ശ്രീ സുഭാഷ് ബാബു, ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ക്രിമിനൽ ഉണർന്നതല്ലേ താമരശ്ശേരിയിൽ? കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നവരെ നിഷ്കളങ്കരുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവർ ബോൺ ക്രിമിനൽസ് തന്നെയല്ലേ? അല്ല, വിദ്യാഭ്യാസത്തിൽ നമ്മൾ വളരെ വിഖ്യാതമായ ഒരു ചൊല്ലുണ്ട്. വിദ്യാഭ്യാസം ഒരു മനുഷ്യനാക്കാനാണ്, അല്ലെങ്കിൽ മാന്യനാക്കാനല്ല എന്ന് പറയും. വിദ്യാഭ്യാസം വ്യക്തികളെ മാന്യനാക്കാനല്ല, മനുഷ്യനാക്കാനാണെന്ന് പറയും. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരു മനുഷ്യനാക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയോ എന്നുള്ളതാണ് പ്രധാന ഘടകം. ആ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് നമുക്കൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അത് നമ്മൾ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശരിതെറ്റുകൾ ഏതായെന്ന് മനസ്സിലാക്കിയിട്ട് ശരിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയും തെറ്റും ശരിയും മനസ്സിലാക്കി തെറ്റിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം കുട്ടികളുടെ മനസ്സിൽ വളർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ലൈഫ് സ്കിൽസിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ നിന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ വിദ്യാഭ്യാസം വീട്ടിൽ അത് നമ്മൾക്കിപ്പോൾ സാധിക്കുന്നതിൽ പ്രത്യേകിച്ച് ഈ ഡിജിറ്റൽ യുഗമായി അത് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ കുട്ടികളുടെ ഉപയോഗവും അതിനേക്കാളുപരി രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ സമയക്കുറവ്, അവരുടെ ശ്രദ്ധക്കുറവും ഒക്കെ ഉണ്ട്. വീട്ടുകളിൽ ഒരുപാട് അപജയങ്ങൾ സംഭവിക്കുന്നു. ആ അപജയങ്ങളുടെ ഭാഗമായിട്ട് വീട്ടിൽ അച്ചടക്കം ശരിയായ രീതിയിൽ വളരെയധികം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിൻ്റെ സാഹചര്യം സാധിക്കുന്നില്ല. ഇനി വിദ്യാലയത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ക്യാരക്ടർ ഫോർമേഷൻ എങ്ങനെയാണ്, ഒരു സോഷ്യൽ ലൈഫ് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടത്. അവിടെ ഒരു സോഷ്യൽ ലൈഫല്ല, അവിടെ ഒരു ക്രിമിനൽ ലൈഫ് എങ്ങനെയാണെന്നാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വർഗീയ ഛായയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഛായയുടെ പേരിൽ വിദ്യാർത്ഥികൾ സംഘടിക്കുകയും വൈര്യനിര്യാതന ശക്തിയോടുകൂടി മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അമർച്ച ചെയ്യാൻ വെക്കുന്ന ഒരു സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിലുണ്ടാകുന്നത്. മനുഷ്യനാക്കാനല്ല. അവിടെയൊക്കെ എന്താ പറഞ്ഞത്, അവിടെയൊക്കെ ക്രിമിനലാക്കാനാണ്. ഒരു വിദ്യാർത്ഥിയെ ക്രിമിനലാക്കാൻ എങ്ങനെ സാധിക്കും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതാണ് പ്രധാന പ്രശ്നം. അവിടെ ഇടപെടേണ്ടത് ആരാണ്? നമ്മുടെ അധ്യാപകരാണ് ഇടപെടേണ്ടത്. അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് അവിടെയും ഇപ്പോൾ വളരെ കൂടുതൽ പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ള പരിമിതിയുണ്ട്. എന്നാൽ തന്നെ വീട്ടിൽ സാധിക്കാത്തത് എങ്ങനെ സ്കൂളിൽ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ അവിടെ നിന്ന് അധ്യാപകരാണ് ഈ കുട്ടികളെ നന്നാക്കേണ്ടത്. പക്ഷേ കുട്ടികളെ നന്നാക്കാൻ പോകുമ്പോൾ എന്താണെന്ന് പറയുക, ശാസിക്കണം, അല്ലെ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കണം. അപ്പോൾ വന്നു പിന്നെ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ, ബാലാവകാശ പ്രവർത്തകർ, ചൈൽഡ് ലൈൻ, അങ്ങനെ ഒരു അരഡസനോളം സംഘടനകളുണ്ട്. ഈ സംഘടനകളൊക്കെ ചാടിക്കേറിപ്പെടുന്നത് ഈ അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലെ മുഴുവൻ ഈ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ട് വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി കബൾ കേസിൽ ജയിലിലടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ട് ഈ അധ്യാപകർ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അധ്യാപകരെ അനുസരിക്കേണ്ട, അവിടെ തന്നെയാണ് രാഷ്ട്രീയ ചേരുവയിൽ അധ്യാപക സംഘടനകളായാലും ശരി, അതുപോലെ തന്നെ ബാഹ്യമായ ഇടപെടലുകളൊക്കെ എല്ലാം പല വിദ്യാലയങ്ങളിലും അനുവദനീയമായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ളൂ അവനൊരു യഥാർത്ഥ മനുഷ്യനായിട്ട് വളരാനുള്ള ലൈഫ് സ്കിൽസ്, അല്ലെങ്കിൽ യഥാർത്ഥ ഒരു സോഷ്യൽ സ്കിൽസ് എന്താണ്, അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറിസം എന്താണ് എന്ന് പഠിക്കേണ്ട സ്ഥലത്ത് എന്താണോ അവൻ ക്രിമിനൽ ബിഹേവിയറിസവും അതുപോലെ തന്നെ ഒരു അമർച്ചയും അതല്ലെങ്കിൽ ഒരു അതീശത്വ മനോഭാവവുമാണ് ഈ കുട്ടികളിൽ വളരുന്നത്. അപ്പോൾ എല്ലാം എനിക്ക് കിട്ടണം, എനിക്ക് മാത്രമേ ആവുള്ളൂ, ഞാനാണ് ഇവിടുത്തെ സർവാധിപതി, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടുത്തെ സർവാധിപതി എന്നുള്ള രീതിയിൽ അവൻ അതിൽ ആസ്വദിക്കുകയാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്നും വയലൻസും വളരെ ബന്ധപ്പെട്ടാണ്. മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കണം. വയലൻസ് കണ്ടു കഴിഞ്ഞാലും ഒരു പ്രാവശ്യം അത് ചെയ്തു കഴിഞ്ഞാലും കൂടുതൽ വയലൻ്റായിട്ട് കുട്ടികൾ മാറണം, അല്ലെങ്കിൽ ആളുകൾ മാറണം. കാരണം ചെറിയ വയലൻസ് അതോടുകൂടി തീർന്നു, അപ്രസക്തമായി. പിന്നെ പ്രസക്തമായി വരുന്നത് തീവ്രമായ വയലൻസിലേക്കാണ്. നമ്മൾ കണ്ടോളൂ, ഇപ്പോൾ സിനിമകളായാലും ശരി, സീരിയലുകൾ കാണാനും ശരി, പഴയ മാതിരിയുള്ള ചെറിയ വയലൻസ് ഒന്നുമല്ല, ഇപ്പം വളരെ തീവ്രമായ വയലൻസ്, എന്നാലേ ആളുകൾ ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ആ ആളുകളെ സംബന്ധിച്ചോളം എന്താണെന്ന് പറഞ്ഞാൽ ഇതേമാതിരിയുള്ള സാമൂഹ്യമായ ഒരു ജീവിതക്രമം അവർ ശീലിക്കുന്നതിന് പകരം ഒരു ക്രിമിനൽവൽക്കരണ സ്വഭാവമാണ് അവരുടെ മാനസികമായിട്ട് അവരുടെ മസ്തിഷ്കത്തിലേക്ക് അടിച്ചേൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കാനും മറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നാലും പഠിക്കാതെ ജയിക്കാം,
ജയിച്ചു കഴിയുന്ന അവസരത്തിൽ 10ാം ക്ലാസ് വരെയല്ലേ ചോദ്യമുള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ 17 വയസ്സ് 16 വയസ്സ് 17 വയസ്സാകും. ഒരു കൊല്ലം കഴിഞ്ഞാൽ 18 വയസ്സാകും. പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ വലിയ ആളായി, അവനെ ചോദ്യം ചെയ്യാൻ പറ്റാത്തതായി. പിന്നെ അവൻ ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ വഴിവഴിച്ചു പോവും. അവിടെ വെച്ച് ഇവിടാണ് ഏറ്റവും വലിയ പ്രധാന ഘടകം. ക്രിമിനൽവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് അല്ലെങ്കിൽ 12 വയസ്സ് കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20-22 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ ഇവനൊരു പരീക്ഷണ സ്വഭാവത്തിൻ്റെ പരീക്ഷണ ഘട്ടമാണ്. ഈ പരീക്ഷണ ഘട്ടത്തിൽ എന്ത് പരീക്ഷിച്ച് നോക്കി ആസ്വദിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കാനല്ല, അതിനകത്തിലെ സുഖത്തിലും അതേമാതിരിയുള്ള അതിനകത്തിലുള്ള ലഹരിയിൽ അഭിരമിക്കാനുള്ള ഒരു വാഞ്ചയാണ് നമ്മുടെ പുതുതലമുറ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടിലൂടെ അല്ലെ സാഹചര്യങ്ങൾ കൊണ്ട്, പിന്നെ നമ്മുടെ ആ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നുണ്ട്. അതിനൊപ്പം സംവിധാനങ്ങളെ പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ, അത് സാമ്പത്തികമായാലും ശരി രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഈ സംവിധാനങ്ങളെ നിർജ്ജീവമാക്കുന്നു. പിന്നെ സംവിധാനങ്ങൾക്ക് താല്പര്യമില്ലാതെ വരുന്നു, ഉത്തരവാദിത്വ ബോധമില്ലാതെ പ്രവർത്തിക്കുന്നു. അത് വരുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇത് അമർച്ച ചെയ്ത്, കാരണം ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇത് നിർത്താൻ പറ്റില്ല. അത് നിർത്തണമെങ്കിൽ കൺട്രോൾ വളരെ എഫക്റ്റീവ് ആയിരിക്കണം. അതിനോട് തന്നെ നമ്മുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കുന്നതിന് ഇതിനെയൊക്കെ സ്വന്തം, അതായത് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു മനസ്സ്, അത് ഇതിൽ ചീത്തയാണ് എന്ന് തിരിച്ചറിയാനും അത് പറയാനുമുള്ള ഒരു ആർജവം ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടു പോയതിൽ നിന്നാണ് ഈ ക്രിമിനൽവൽക്കരണം ഉണ്ടാകുന്നത്. അവിടെ വരുമ്പോൾ എന്താണ്, ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഞാനാണ് വലുത്, ഞങ്ങളാണ് വലുത് എന്നുള്ള രീതിയിൽ ആ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മറ്റാളുകളെ വെല്ലുവിളിക്കുക, ഭീഷണിപ്പെടുത്തുക, ആക്രമിക്കുക, അതുപോലെ മർദ്ദിക്കുക. പിന്നെ ഇതേമാതിരിയുള്ള അക്രമം നടത്തുന്ന അവസരത്തിൽ കൊലപാതകമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇത് ചെറിയ കുട്ടികളാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതിന് കൊലപാതകതി ഒന്നിപ്പം ശ്രീ നമ്പ്യാർ ഒരു വർത്തമാനം പറഞ്ഞു, അവരൊക്കെ കൊലപാതകം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേസെടുക്കും കേട്ടോ. അതായത് കുട്ടികളെ നിയമവുമായിട്ട് ഏതെങ്കിലും ഒരു നിയമമാണെങ്കിൽ ആ നിയമമായിട്ട് കലഹിച്ച് നിൽക്കുന്നതെന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. മറ്റേത് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു ബാലപീഡനമായിട്ട് വരും. ചിലപ്പോൾ നാളെ ഇപ്പം ഒരു കേസ് കൊടുക്കണമെന്ന് പറഞ്ഞൊക്കെ ആളുകൾ വന്നുവെന്ന് വരും. അപ്പം നമ്മളിത് പറയാൻ തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. കുട്ടികൾ ഇതേമാതിരി വൃത്തികേടുകളും ഇതേമാതിരിയുള്ള അക്രമങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഭത്സിക്കുന്ന ഭാഷ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതിനൊക്കെ എങ്ങനെ നന്നാക്കണമെന്ന് ആർക്ക് ഉദ്ദേശമുണ്ടോ? നിയമമുണ്ട്, സംരക്ഷണമുണ്ട്. അതെന്തിനാണ്? നല്ലതായിട്ട് പിള്ളേർ വളരാനാണ്. അല്ലാണ്ട് ക്രിമിനലുകളായി പോകുന്ന കുട്ടികളെ നന്നാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പൗരാവകാശം കൊടുക്കുക അല്ലെങ്കിൽ ബാലാവകാശം കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ നിലനിൽക്കുക എന്ന് പറഞ്ഞത് ഇവിടുത്തെ മൂല്യച്യുതിയാണ്. അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചുള്ളൂ, അധ്യാപകർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവിടെ ഒരുപാട് ബാഹ്യമായ ഇടപെടലിൽ, പിന്നെ നിരുത്തരവാദപരമായി ഈ രക്ഷകർത്താക്കളുടെ പ്രവർത്തനങ്ങൾ അധ്യാപകർ പലരും നമ്മളോടൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ഡോക്ടർ അരുണിനൊക്കെ നന്നായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം പല ചാനലിലും സംസാരിക്കുമ്പോൾ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ അധ്യാപകരെ ഇന്ന ഒരു കുട്ടിക്കൊരു തകരാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അതില്ല, തന്നെന്തായി അവസാനം ഈ അധ്യാപകനെ ഏതെങ്കിലും രീതിയിൽ പിന്നെ അപമാനിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു കേസിൽപ്പെടുത്തുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പരാതി കൊടുക്കുക. എന്നിട്ട് ആ വ്യക്തിയുടെ ആ ഒരു സംവിധാനത്തിന്, അധ്യാപകൻ എന്നുള്ള സംവിധാനത്തിന് തന്നെ ഒരു എന്താ പറഞ്ഞത് മൂല്യച്യുതി വരുന്ന മാതിരി, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു തിരുവനന്തപുരത്ത് ഒരു മാസം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയത്തിൽ ശ്രീ സുഭാഷ് ബാബു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ട വളരെ ഗൗരവതരമായ ഒരു ഉത്തരവാദിത്വം നിക്ഷിപ്തമായി എന്നുള്ള രീതിയിൽ മുമ്പ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ അത് മന്ദീഭവിച്ചു പോയ, ഇപ്പം അസ്തമിച്ചു പോയ ഒരു അധ്യാപക സംസ്കാരമാണ് ഇപ്പോൾ. നമ്മളെ അധ്യാപകരെ അധികം പറയാൻ പറ്റില്ല. അതിനകത്ത് കുറേ പുഴുക്കുത്തുകളൊക്കെ ഉണ്ട്. കാരണം ഈ പിള്ളേരുടെ കൂടെ ചേർന്ന് നിന്ന് ലഹരി ഉപയോഗിക്കുക, അക്രമത്തിന് അവർക്ക് വേണ്ട പ്രേരണയും ഒത്താശകളും വെച്ചുവിടുന്ന അധ്യാപകന്മാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ തിരിച്ചറിയാത്തതുകൊണ്ടല്ല ഇവനെ വരുന്ന കുറേ എണ്ണത്തിനെ പിടിച്ച് പുറത്താക്കുക അവിടുന്ന്. ഇതേമാതിരിയൊക്കെ നമ്മുടെ കുട്ടികൾ നാളെ എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ, ഇവൻ്റെ വീട്ടിൽ നമ്മളൊക്കെ വീട്ടിൽ ഇരിക്കാൻ പറ്റും? ഇപ്പം കണ്ടില്ലല്ലോ, ഓരോരുത്തരുടെ വീട്ടിൽ നിന്നല്ലേ കുട്ടികൾ കൊല്ലുന്നത്. സ്വന്തം അമ്മ, അതായത് പണ്ട് എന്തിനും ഏതിനും നമ്മൾ അമ്മയുടെ അടുത്ത് അമ്മയെ ആശ്രയിക്കുന്നത്. അമ്മയോട് പറയണം ഭക്ഷണം വേണം, അല്ലെങ്കിൽ വേണം. ഇനി അച്ഛനോട് തന്നെ എന്തെങ്കിലും പറയാൻ അധിക കുട്ടികൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അമ്മയിലൂടെയാണ് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ പ്രശ്നം പറയുന്നത് എങ്ങനെയാണ്. പിന്നെ അപൂർവമായിട്ട് തന്നെ ചില രക്ഷിതാക്കൾ അല്ലെങ്കിൽ പിതാക്കൾ കുട്ടികളായിട്ട് സംവദിക്കാറുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ എന്താണ്, അവർക്ക് അമ്മയെ ആവശ്യമില്ല.
അമ്മയെ പണ്ട് ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഥ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങൾ കേട്ട് അവന് മാനസികമായ സാന്ത്വനം നൽകാനൊക്കെയുള്ള അമ്മയുണ്ട്. ആ അമ്മയുടെ സ്ഥാനം പോയി ഇപ്പോൾ. അവിടെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും അതിനേക്കാളുപരി നമ്മുടെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെയാണ് അവൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ. അപ്പോൾ വീട്ടിലാരും വേണ്ട, അമ്മ വേണ്ട, അച്ഛൻ വേണ്ട, ആരും വേണ്ട, അവരൊക്കെ നമ്മുടെ ശത്രുക്കളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് എൻ്റെ ഇഷ്ടം അനുവദിച്ചു തന്നില്ലേ അവനെ ശത്രു, അല്ലെ അമ്മയായാലും അച്ഛനായാലും സഹോദരിയായാലും സഹോദരനെ ശത്രുക്കളായി കാണുക, അവരെ ഇല്ലായ്മ ചെയ്യുക, അവരെ നശിപ്പിക്കുക, നശിപ്പിച്ചതിന് ശേഷം എനിക്ക് മേധാവിത്വം വരണം എന്ന് പറഞ്ഞ ഒരു ദുഷിച്ച പ്രവണത, ആ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആ വ്യക്തിത്വ വികാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സോഷ്യൽ അയാളെ ഒരു ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണ് അവൻ യഥാർത്ഥത്തിൽ ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാഹചര്യം നശിച്ചതുകൊണ്ട് ഇങ്ങനെ വരുന്നു. ഇനിയിപ്പം ഈ കുട്ടികളൊക്കെ ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്, അല്ലെങ്കിൽ കലഹിച്ച് നിൽക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവിടെ കൊണ്ട് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാമല്ലോ. അവിടെ നടക്കുന്നതൊക്കെ അവിടെയൊക്കെ വലിയ പ്രൊട്ടക്ഷനാണ്. എന്തിന് ഇങ്ങനെയുള്ള പിള്ളേർക്കൊക്കെ എന്ത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അവരെ 16 വയസ്സിന് ശേഷമുള്ള ആളുകളെ വേണമെങ്കിൽ മറ്റേ ഗണത്തിൽപ്പെടുത്തി ട്രയൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊരു നിയമത്തിലൊരു വ്യവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ആരും നടത്തുന്നില്ല, നടക്കാനും സമ്മതിക്കുകയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്രിമിനൽ വാസനയുള്ള കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരെ മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കാതെ അവരെ ഐസൊലേറ്റ് ചെയ്ത് പ്രത്യേക ഒരു പണ്ടത്തെ ബോസ്റ്റർ സ്കൂൾമാർ എപ്പോഴും സംവിധാനങ്ങളുള്ളൂ, അതേമാതിരി പുതിയൊരു സംവിധാനം ഉണ്ടാക്കട്ടെ. ഇവനെ അവിടെ കൊണ്ടിട്ട് നന്നായി എന്ന് ഉത്തമ ബോധ്യം വരുന്നതിന് അവിടെ കിടക്കട്ടെ. അതല്ലെങ്കിൽ ഇങ്ങോട്ട് തെരച്ചു വിട്ട് നാളെ പിന്നെയും വന്നു കഴിഞ്ഞ് ഇത് തന്നെയല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ സംവിധാനങ്ങൾ നന്നാവണം. സംവിധാനങ്ങൾ നന്നായിട്ട് കുട്ടികളെ നേർവഴിക്ക് നടത്താൻ പറ്റുന്നില്ല, വിദ്യാഭ്യാസം നടത്തില്ല, വീടിൽ പറ്റുന്നില്ല, പിന്നെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് പറ്റുന്നില്ല, പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ ഇവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് ഐസൊലേറ്റ്, പണ്ടൊക്കെ നമ്മൾക്കറിയാലോ ഹോസ്പിറ്റലിൽ ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കുന്ന മാതിരി ഇങ്ങനെയുള്ള കുറേ എണ്ണത്തിനെ അവിടെ കൊണ്ടിട്ടാലേ പറ്റുള്ളൂ. അവിടെ പഠിപ്പിച്ചോ, എന്ത് വേണേ പഠിപ്പിച്ചോളൂ, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കുട്ടികളെ പഠിപ്പിച്ചോട്ടെ. എന്നാൽ ശരി, ഇവനെ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കൂട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാക്കുക, സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുക, നാണക്കേട് ഉണ്ടാക്കുന്നതിൽ ഇവരെ പിന്തിരിപ്പിക്കണം. അതാണ് ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് സംവിധാനങ്ങൾ ഗൃഹം മുതൽ മുകളിലോട്ടുള്ള എല്ലാ സംവിധാനങ്ങളും മാറ്റപ്പെടണം, മാറ്റപ്പെട്ടേ പറ്റുള്ളൂ. ഓരോരുത്തർക്കും അർഹമായ അംഗീകാരവും കൊടുക്കണം, അധികാരം കൊടുക്കണം. അധ്യാപകരെ സംബന്ധിച്ച് അനാവശ്യം അവരെ കുറ്റപ്പെടുത്തി അവിടെ ബാലാവകാശം പൗരാവകാശം എന്നൊക്കെ പറഞ്ഞ് കയറി ഇറങ്ങരുത്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ബാലാവകാശ കമ്മീഷൻ പറയാം അത് അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല. മനുഷ്യാവകാശ കമ്മീഷൻ പറയുക കൊണ്ടുപോകാ റിപ്പോർട്ട് പിടി, എന്ത് നമുക്കറിയാം അവർക്ക് എന്തുമാത്രമൊക്കെ അധികാരം ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ തന്നെയും ഇത് ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ മാനസികമായിട്ട് തകർച്ച, അതായത് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ആർജവമായി പ്രവർത്തിക്കുന്ന വ്യക്തികളെ മാനസികമായി തളർത്താനുള്ള ഒരു സംവിധാനമായിട്ട് ഈ കമ്മീഷനുകൾ മാറിപ്പോകുന്നു. അതുപോലെ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സംവിധാനങ്ങളൊക്കെ ചൈൽഡ് ലൈൻ ഉൾപ്പെടെ ഞാൻ അവരും പറയും, ഞാനൊക്കെ അതുമായിട്ട് ഒരുപാടൊക്കെ പണ്ടുകാലം മുതൽ ബന്ധപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. അവരെ സംബന്ധിച്ചുള്ള അവരുടെയൊക്കെ വഴി മാറിയിരിക്കുന്നു എന്നാണ്. കാരണം കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്, ബാക്കി ആളുകളൊന്നും കുട്ടികളെ നിയന്ത്രിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ കുട്ടികൾ നന്നാവുന്നത്? അവർക്കറിയോ? ശരിതെറ്റുകൾ അറിയുമോ? ഇല്ല. ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് ഈ പ്രായം. ഈ പ്രായം പരീക്ഷണത്തിൻ്റെ കാലഘട്ടമാണ്. അവിടെ വെച്ചിട്ട് കുട്ടികളെ സ്വദേശം ഇടുക, അവരുടെ സ്വാതന്ത്ര്യമാണ് വലുതെന്ന് പറഞ്ഞു വിട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റം വരാതെ ഇത് രക്ഷപ്പെടുമെന്ന് ആരും ചിന്തിക്കേണ്ട.